വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. ഈ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും അസത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നതും പഴി കേൾക്കുന്നതും പരിഭവം പറയുന്നതും എല്ലാം ഏറ്റവും കൂടുതൽ ഇതെല്ലാം ലഭിച്ചിട്ടുള്ളത് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിക്കാണ്. അത് ഭക്തന്മാരായ ആളുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ എത്രയോ ആളുകളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ട് എന്നുള്ളത് വല്ലാത്തൊരു കഥയാണ്. എന്നാൽ ഒരു കാര്യം ഭക്തരെ, ലോകജനതയെ നിങ്ങൾ തിരിച്ചറിയണം. ഓരോ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ യഥാർത്ഥ മഠങ്ങളിലേക്കും യഥാർത്ഥ ക്ഷേത്രങ്ങളിലേക്കും യഥാർത്ഥ കൊട്ടിലുകളിലേക്കും ഭഗവാന്റെ സാന്നിധ്യം വണരുള്ളുന്ന ഇത്യാദി സ്ഥലങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ 10 വർഷം മുൻപ് കയറി ചെല്ലുന്നിടത്ത് 100 പേരായിരുന്നു എങ്കിൽ ഇന്നത് 10,000ങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന അവസ്ഥയായിരിക്കും. ചൈതന്യത്തിൻ്റെ ഭാവം, അതിൻ്റെ അനുഭവം നമ്മൾക്ക് ലഭിക്കുന്നത് എത്രയോ മടങ്ങാണ് എന്ന് പറയാനേ കഴിയില്ല. ആവണങ്ങാട്ട് കളരി പോലെയുള്ള സ്ഥലങ്ങളിൽ കളരിയിലേക്ക് എത്തി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡിൽ നിന്ന് ഭഗവാന്റെ തിരുസന്നിധി വരെയുള്ള സ്ഥലങ്ങളിലേക്ക് അത്രയും ദൂരം നടക്കണമെങ്കിൽ ഒരുപാട് സമയമെടുത്ത് പോകേണ്ട അതേ തിരക്കിലേക്ക് ഇപ്പോഴത്തെ അവസ്ഥ മാറിയിരിക്കുന്നു. എന്തുകൊണ്ട് എന്നാണ് ചിന്തിക്കേണ്ടത്. ഭഗവാന്റെ അടുത്ത് സത്യസന്ധമായി തൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും പറയുന്ന ആരെയും ഭഗവാൻ കൈവിടുന്നില്ല എന്നുള്ളതിന് തെളിവാണ് ഇവയെല്ലാം. ഒപ്പം ഭഗവാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നീതിക്ക് നിരക്കാത്തതും ധർമ്മത്തിന് എതിരുമായിട്ടുള്ള ചെയ്തികൾ നടത്തുന്ന ഓരോ സ്ഥലങ്ങളും, അത് തൻ്റെ ക്ഷേത്രമായിക്കൊള്ളട്ടെ, മഠമായിക്കൊള്ളട്ടെ, കൊട്ടിലായിക്കൊള്ളട്ടെ, തറയായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അവയെല്ലാം തൻ്റെ സംഹാര താണ്ഡവമാടി അവയെ എല്ലാം ധർമ്മച്യുതിയിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന ഭഗവാനാണ് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമി. എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം വാരിക്കോരി ലഭിക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീം വിഷ്ണുമായ ചാത്തൻ സ്വാമിയേ നമഃ.